ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളം വാർഷിക മൂല്യനിർണ്ണയം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, സംഭാഷണം എഴുതാം. നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ചും പഴയകാല ആഹാര രീതിയെപ്പറ്റിയും സുമ ടീച്ചർ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിച്ചു. മീനാക്ഷിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അവൾക്ക് സന്തോഷമായി. കൂടുതൽ അറിയാനായി അയൽ വീട്ടിലെ അമ്മൂമ്മയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് അതിശയമാണ് തോന്നിയത്. എന്തൊക്കെ തരം ഭക്ഷണങ്ങൾ, എന്തെല്ലാം രീതികൾ! ഈ അമ്മൂമ്മയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയുമെന്ന് മീനാക്ഷി വിചാരിച്ചിരുന്നേയില്ല. അമ്മൂമ്മയോട് മീനാക്ഷിക്ക് ബഹുമാനം കൂടി. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക? അവരുടെ സംഭാഷണം എഴുതി തയ്യാറാക്കാനാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് എഴുതി നോക്കാം. മീനാക്ഷി: അമ്മൂമ്മേ, സുഖമായിരിക്കുന്നു. അപ്പം അമ്മൂമ്മ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? സുഖം തന്നെ മീനാക്ഷി. മീനാക്ഷി ചോദിക്കുകയാണ്, എൻ്റെ സുമ ടീച്ചർ പഴയകാല ഭക്ഷണ രീതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അമ്മൂമ്മ എന്തൊക്കെയായിരുന്നു പണ്ട് കഴിച്ചിരുന്നത്? അപ്പം അമ്മൂമ്മ എന്താ പറയുന്നത്? ചക്കരയും മാങ്ങയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രധാന ഭക്ഷണം. മീനാക്ഷി: അതുമാത്രം കൂട്ടി ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? മുത്തശ്ശി: ചക്കയും മാങ്ങയും കൊണ്ട് പലതരം കറികൾ വയ്ക്കാം. മീനാക്ഷി: അതെന്താ, ഇറച്ചിയും മീനും ഒന്നും ഉണ്ടായിരുന്നില്ലേ? മുത്തശ്ശി പറയാണ്, വിശേഷ ദിവസം വല്ലതും വന്നാൽ ചിലപ്പോൾ മീൻ വാങ്ങും. മീനാക്ഷി: എന്നും ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പ് തോന്നില്ലേ? മുത്തശ്ശി പറയാണ്, ഒരിക്കലുമില്ല. ചക്കയും മാങ്ങയും മാത്രമല്ല, വാഴപ്പിണ്ടി, ഇലക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പുളിയിഞ്ചിയുടെയൊക്കെ സ്വാദ് ഓർക്കുമ്പോൾ നാവിൽ വെള്ളമൂറുന്നു. മീനാക്ഷി: അത്ഭുതം തോന്നുന്നു മുത്തശ്ശി, ഞങ്ങൾക്ക് ഇറച്ചിയും മീനും ഇല്ലാത്ത ഭക്ഷണം ആലോചിക്കാൻ പോലും ആവില്ല. അപ്പം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം കണ്ടു നോക്കാം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയ മഹാകവി കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ കൂട്ടുകാരെ. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റെന്തൊക്കെ അറിയാം? സ്വന്തം കൂട്ടുകാർക്ക് കുമാരനാശാനെ കുറിച്ച് വായിച്ചറിയാൻ സഹായകമായ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. ചില വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. അപ്പം നൽകിയിട്ടുള്ള വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലൊരാൾ. ജനനം 1873 ഏപ്രിൽ 12, മരണം 1924 ജനുവരി 16. അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അച്ഛൻ നാരായണൻ പെരുങ്ങാടി, അമ്മ കാളിയമ്മ. വീണപ്പൂവ്, ലീല, നളിനി, ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ എന്നിവ പ്രധാന കൃതികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യൻ. അപ്പോൾ ഇനി നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എഴുതിയാലോ? കുമാരനാശാനെ കുറിച്ച് എഴുതാം. ആധുനിക കവിത്രയത്തിൽ ഒരാളായ കുമാരനാശാൻ 1873 ഏപ്രിൽ 12 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നാരായണൻ പെരുങ്ങാടിയും അമ്മ കാളിയമ്മയുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ അദ്ദേഹം അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു. വീണപൂവ്, ലീല, നളിനി, ചണ്ടാല ഭിക്ഷുകി ദുരവസ്ഥ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട അദ്ദേഹം 1924 ജനുവരി 16 മരണപ്പെട്ടു. ഓക്കെ, അപ്പം ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ആസ്വാദനക്കുറിപ്പ് എഴുതാം. വാർമഴവില്ലേ വന്നാലും വാനിൽ മടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ ആരു നിനക്കീ നിറമേകി ആരു നിനക്കീ നീല നൽകി വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും വാർമഴവില്ലേ മായല്ലേ അഴകിൻ തെല്ലേ പോകല്ലേ. മഴവില്ലിനെ കുറിച്ചുള്ള കുട്ടിയുടെ ചിന്തകൾ വായിച്ചല്ലോ. മഴവില്ല് പോലെ മനോഹരമായി വായിക്കാൻ കൊതി തോന്നുന്ന വരികളല്ലേ കൂട്ടുകാരെ? വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? ഈ വരികൾക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ? നമുക്ക് എഴുതാം. മഴവില്ലിൻ്റെ മനോഹരിതയെക്കുറിച്ചുള്ള കുട്ടിയുടെ ചിന്തകളാണ് കവിതയിൽ കാണാൻ കഴിയുന്നത്. മഴവില്ലിനോട് ആകാശത്തിൻ്റെ മടിയിലിരിക്കാൻ കുട്ടി പറയുന്നു. മഴവില്ലിനെ കാണുമ്പോൾ കണ്ണിന് ആനന്ദമേറുന്നു, കാണാതിരുന്നാൽ മനസ്സ് നോവുന്നു. മഴവില്ലിന് ഇത്ര നല്ല നിറങ്ങൾ നൽകിയത് ആരാണ് മഴവില്ലിനെ ഇതേപോലെ നിലനിർത്തുന്നത് എന്നൊക്കെയാണ് കുട്ടി കവിതയിലൂടെ മഴവില്ലിനോട് ചോദിക്കുന്നത്. കുട്ടിക്ക് മനോഹരമായ മഴവില്ലിൻ്റെ കൂടെ കളിക്കാനുള്ള കൊതിയും കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
അഴകിൻ്റെ റാണിയായ മഴവില്ലിനോട് മാഞ്ഞു പോകാതിരിക്കാൻ കുട്ടി കവിതയിലൂടെ അപേക്ഷിക്കുന്നു. വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും എന്ന വരി അവർ തമ്മിൽ ഉല്ലസിക്കുന്ന തരത്തിലുള്ള ഭാവന നൽകുന്നു. പ്രകൃതിയുടെ മനോഹാരിതകളിൽ ഒന്നായ മഴവില്ലിൻ്റെ ഏഴഴകിൻ്റെ വർണ്ണന കവിതയിലൂടെ വായനക്കാരനെ കുളിരണിയിക്കുന്നു. കുറഞ്ഞ വരികളിൽ കൂടുതൽ ആശയങ്ങൾ കവി വായനക്കാരന് നൽകുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, അഭിനന്ദന കത്തെഴുതാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗീതുവിൻ്റെ അമ്മാവിൻ്റെ മകൾ ശരണ്യയ്ക്ക് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചു. വളരെ പ്രയാസകരമായ കുടുംബ സാഹചര്യങ്ങൾക്കിടയിലും കഠിന പരിശ്രമം വഴി ശരണ്യ നേടിയ നേട്ടം എല്ലാവരെയും അതിശയിപ്പിച്ചു. ഈ വാർത്ത പത്രത്തിൽ വായിച്ചു ഗീതു ശരണ്യ ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ശരണ്യയ്ക്ക് ഒരു അഭിനന്ദന കത്തെഴുതാൻ തയ്യാറാക്കാനാണല്ലേ. നമുക്ക് എഴുതി നോക്കിയാലോ? ഫസ്റ്റ് എന്താണ്? തീയതിയും സ്ഥലം എഴുതണം. ഇതിലെഴുതാം, പ്രിയപ്പെട്ട ശരണ്യ ചേച്ചിക്ക്. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. അമ്മാവനും അമ്മായിയും സുഖമായിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ചേച്ചിയുടെ പടം പത്രത്തിൽ കണ്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. ചേച്ചിക്ക് ഓട്ട മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ വാർത്ത വായിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചേച്ചിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലെത്താൻ എല്ലാ പിന്തുണകളും നൽകുന്നു എന്ന് സ്നേഹത്തോടെ ഗീതു. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു അഭിനന്ദന കത്ത് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? കുറിപ്പെഴുതാം. പ്രവർത്തനം 5 എന്താണ്? കുറിപ്പെഴുതാം. താഴെ തന്നിരിക്കുന്ന കലാരൂപത്തിൻ്റെ പേരെഴുതുക. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഏത് കലാരൂപമാണത്? അതെ, ഒപ്പനയാണല്ലേ. ഓക്കെ, then നോക്കൂ, ബി ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ നാട്ടിലും ഇതുപോലെ നമുക്ക് പ്രിയപ്പെട്ട കലാരൂപങ്ങളുണ്ടല്ലോ ഇല്ലേ കൂട്ടുകാരെ? എന്തുകൊണ്ടാണ് അവയെ നമുക്കിഷ്ടമാകുന്നത്? എന്തൊക്കെ പ്രത്യേകതകളാണ് അവയ്ക്കുള്ളത്? മറ്റൊരാൾക്ക് വായിച്ചു മനസ്സിലാക്കാനായി ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന, കൂട്ടുകാർ പഠിച്ചു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തിൻ്റെ കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് മാർഗംകളി എഴുതാം. കേരളത്തിലെ ക്രൈസ്തവ കലാരൂപങ്ങളിൽപ്പെട്ട പ്രധാന ഒരു നൃത്തരൂപമാണ് മാർഗംകളി. AD 52 കേരളം സന്ദർശിച്ച തോമശ്ലീഹായുടെ ചരിത്രമാണ് നൃത്തത്തിൻ്റെ ഉള്ളടക്കം. കത്തിച്ചു വെച്ച തിരുവിളക്കിന് ചുറ്റും 12 സ്ത്രീകൾ കൈകൊട്ടിപ്പാടി കളിക്കുന്നു. പരമ്പരാഗതമായ വെള്ളമുണ്ടും ചട്ടയും അണിഞ്ഞാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 6, കഥാപൂരണം. വെളുമ്പൻ മുയൽ കാട്ടിലൂടെ വിശന്നു നടക്കുകയായിരുന്നു. അതുവഴി വന്ന മൈനപ്പെണ്ണു പറഞ്ഞു, കാട്ടിനു വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴമുണ്ടെന്ന്. നാവിൽ വെള്ളമൂറി. എങ്ങനെ കിട്ടും? വെളുമ്പൻ ചിന്തിച്ചു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് യോജിച്ച പേര് നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കഥയ്ക്ക് നല്ലൊരു പേര് നൽകാമല്ലേ. എന്തെഴുതാം നമുക്ക്? വെളുമ്പനും കുഞ്ഞനും. നിനക്കത് എഴുതാം. ഒരിക്കൽ വെളുമ്പൻ മുയൽ കാട്ടിലൂടെ വിശന്ന് നടക്കുകയായിരുന്നു. അതുവഴി വന്ന മൈനപ്പെണ്ണ് പറഞ്ഞു, കാടിന് വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴമുണ്ടെന്ന്. നാവിൽ വെള്ളമൂറി. എങ്ങനെ കിട്ടും? വെളുമ്പൻ ചിന്തിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ വെളുമ്പൻ മിന്നുമാനിനെ കണ്ടു. കാര്യം പറഞ്ഞു. എന്നാൽ അത് ആപത്താണെന്ന് മിന്നുമാൻ പറഞ്ഞു. പക്ഷേ ചുവന്നു പഴുത്ത മാമ്പഴക്കുലകൾ വെളുമ്പൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിച്ചു. ആരും കൂട്ടിന് വേണ്ട, ഞാൻ കാടിനു വെളിയിൽ പോകും, മാമ്പഴങ്ങൾ പറിച്ചു കഴിക്കും, വെളുമ്പൻ തനിയെ പറഞ്ഞു. അങ്ങനെ വെളുമ്പൻ പാത്തും പതുങ്ങിയും കാടിനു വെളിയിലുള്ള തേന്മാവിൻ ചുവട്ടിലെത്തി. ഇത് ഒത്തിരി മുകളിലാണല്ലോ, എങ്ങനെ മാമ്പഴങ്ങൾ പറിക്കും? അപ്പോഴാണ് കുഞ്ഞനണ്ണാൻ ഒരു മരച്ചില്ലയിലിരുന്ന് മാമ്പഴം കഴിക്കുന്നത് കണ്ടത്. വെളുമ്പൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്കും കുറച്ച് മാമ്പഴങ്ങൾ താഴേക്കിട്ടു തരുമോ? അത് കേട്ടതും കുഞ്ഞൻ മാമ്പഴങ്ങൾ ഓരോന്നായി താഴേക്കിടാൻ തുടങ്ങി. വെളുമ്പൻ വിശപ്പ് മാറുവോളം കഴിച്ചു. തനിക്ക് വിശപ്പ് മാറ്റി തന്ന കുഞ്ഞനണ്ണാനെ അവൻ ചങ്ങാതിയാക്കി. അപ്പം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ കഥാപൂരണം, അതായത് കഥയുടെ ബാക്കി ഭാഗം എഴുതാവുന്നതാണ്. ഓക്കെ,
ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ കൂട്ടുകാർ തീർച്ചയായും പോയി കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.